നമസ്കാരം. ഞാനിപ്പം തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൽ എന്നെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു എനിക്ക് ടച്ചിങ് ആയിട്ടുള്ളൊരു സംഭവം, അത് ബിഗ് ബോസിൽ തന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സാർ, ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി ചെയ്യുന്ന ഒരു ചെറിയ പടമാണ്. വലിയ ആർട്ടിസ്റ്റുകളോ വലിയ ആൾക്കാരോ ഒന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഒത്തിരി ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ആരും ഇല്ലാത്തവരോടൊപ്പം താഴേക്കിടെ നിൽക്കുന്ന മിടുക്കരായ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോടൊപ്പം അതുപോലെ നമ്മളെ ആവശ്യമുണ്ട് എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഏകദേശം 20 വർഷത്തോളം മോട്ടിവേഷൻ സ്പീക്കറായി കൗൺസിലിംഗ് ഷോ നടത്തിയപ്പോൾ ഒക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ. മുകളിൽ നിൽക്കുന്നവർക്ക് എല്ലാവരും ഉണ്ടാകും, പക്ഷെ താഴെ നിൽക്കുന്നവരെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി അനുഭവിക്കുക. അപ്പം ഇവിടെ ഒത്തിരി പേരെ അവർ വിളിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. കുറേ പേരുണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ 100 കൗരവരുള്ളവരെക്കാൾ 5 പാണ്ഡവരുള്ളവരാണ് ഏറ്റവും നല്ല വിജയം എന്ന് വിശ്വസിക്കുന്നത്. കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കൂടെയുള്ള 5 പേർ അവർ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഏത് കൊടുമുടിയും കീഴടക്കാം. അത് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചു. നല്ലൊരു മനുഷ്യൻ. ഇന്ന് മലയാള സിനിമ പ്രതിസന്ധിയിലാണ് എന്നാണ് പലരും പറയുന്നത്, കാണുന്നത് ഒക്കെ. പക്ഷേ മലയാള സിനിമ പ്രതിസന്ധിയിലാണ്, കൈവിട്ടുപോയി, തകർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം കാലടി ശ്രീശങ്കര കോളേജിൽ ഏകദേശം 26 വർഷം അധ്യാപകനായിരുന്നിട്ട് ഈ വർഷം ഇറങ്ങേണ്ട ഞാൻ 2020 ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പഴയ പാഷൻ, ഞാൻ 54 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. യൂണിവേഴ്സിറ്റി യൂത്ത് ഉൾപ്പെടെ നാടകം, മൈം, മോണോക്ക് ഒത്തിരി പ്രോഗ്രാം ചെയ്തത്. പിന്നെ ജീവിത പ്രാരാബ്ദം, അത് ഇത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്ന് അനുഭവങ്ങൾ ഒരുപാടായി ഇവിടെ എത്തി. ബിഗ് ബോസിൽ ഒരു മിറക്കിൾ പോലെ ലാലേട്ടൻ്റെ മുമ്പിൽ പഴയ കലാവാസനയൊക്കെ ഉണർത്താൻ കഴിഞ്ഞു. ഇതിൽ ലാലേട്ടൻ പറഞ്ഞു, എൻ്റെ അടുത്ത 2 സിനിമകൾ ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം തരും, ഇതുവരെ തന്നില്ലെങ്കിലും തരും. പിന്നെ ഒത്തിരി അപ്പോൾ പഴയ മോഹങ്ങൾ ഉണർന്നു. നമ്മുടെ ഈ ലൈഫിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കഴിവുകളും അത് നന്മയോടുകൂടി നല്ല രീതിയിൽ ചെയ്ത് തീർത്തു പോവുകയാണ് ഒരു സംതൃപ്തി. അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ ജോലി ഏകദേശം അന്വേഷിച്ച് നോക്കിയാൽ മതി, 5 വർഷവും 1.25 കോടി രൂപയും സാലറിയുള്ള അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ലെവലിലാവേണ്ടത് ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണ് സിനിമയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചാടിയത്. കുറേ പേര് പറഞ്ഞു പൊട്ടൻ അല്ലെങ്കിൽ ഭ്രാന്തൻ. ഒന്നുമല്ല. കാരണം നമ്മളൊരു സിനിമയിൽ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ആ പാഷൻ, നമ്മുടെ ഒരു ഇഷ്ടം അത് പൂവണിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്നില്ല. അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൽ ഒരാൾ എന്നെ വിളിക്കുകയായിരുന്നു. മുമ്പൊരു ടൈറ്റിൽ ലോഞ്ചിന് സാറിനെ കണ്ടിരുന്നു. അപ്പോൾ ഇതിൽ സാറൊന്ന് വരണം എന്ന്. ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്നു. പ്രൊഡ്യൂസറിനെ പരിചയപ്പെട്ടു, ഡയറക്ടറിനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ ഏകദേശം 2000-ഓളം കൗൺസിലിംഗ് ഷോകൾ 15 വർഷത്തോളം ഹയർ സെക്കൻഡറി കുട്ടികൾ ഉൾപ്പെടെയുള്ള പാരൻസിനും കുട്ടികൾക്കും കൊടുത്തപ്പോൾ അതിൽ കൊടുത്ത കണ്ടന്റുകളിൽ ഒരെണ്ണമാണ്, ഞാൻ കണ്ടന്റിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ ആ കൊടുത്ത കണ്ടന്റുകളിൽ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾ പലപ്പോഴും ഇന്ന് അശ്രദ്ധമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആ അശ്രദ്ധയോടുകൂടിയുള്ള സഞ്ചാരം ഒരു പക്ഷേ 100 വയസ്സ് വരെ ജീവിക്കേണ്ട പല കുട്ടികളെയും 50-ലും 40-ലും 30-ലും തീർത്ത് കളയുമല്ലോ എന്നുള്ളൊരു ഉത്കണ്ഠ എന്നെ പോലെയുള്ളവർക്കുണ്ട്. പലപ്പോഴും സത്യം പറയുന്നത് കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ്, ലഹരികളുടെ MDMA കാലമാണ്. തിന്നാനും കുടിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും നമ്മുടെ മുമ്പിൽ ആവശ്യം പോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഏതെടുക്കണം ഏതെടുക്കണ്ട എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് നമുക്ക് നല്ല നല്ല അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട്, സിനിമകളുണ്ട്. പക്ഷെ സിനിമ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെ സമൂഹത്തിൽ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പവർഫുള്ളായി മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് നല്ല സിനിമയാണ് ഈ പറഞ്ഞിരിക്കുന്ന സരമയാസനം എന്ന്. കേൾക്കുമ്പോൾ ഒരു ആസനമാണ്, യോഗാസനത്തിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ആസനം പോലെയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് കുറെ മെസ്സേജ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ സിനിമ പ്രതിസന്ധിയിലാണോ എന്ന് എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ ആകർഷിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സിനെ അകറ്റുകയല്ല വേണ്ടത്. മലയാളി പ്രേക്ഷകർ ബുദ്ധിയുള്ളവരാണ്, നല്ല മനസ്സുള്ളവരാണ്, അവർ നല്ല വർക്കുകളെ സ്നേഹിക്കും. അത് ബിഗ് ബഡ്ജറ്റാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇതൊരു ചെറിയ ബഡ്ജറ്റ് പടമാണ്. സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് ആണോ അതോ ചെറിയ ബഡ്ജറ്റ് ആണോ എന്നുള്ളൊരു വിഷയമായി ഞാൻ ഒരിക്കലും കാണാറില്ല. അതെങ്ങനെ മേക്ക് ചെയ്യുന്നു, അതിനകത്തുള്ള കണ്ടന്റ് എങ്ങനെയാണ്, അത് സമൂഹത്തിന് എത്ര സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. കോടികളുള്ള വലിയ കോടീശ്വരന്മാർ വലിയ കോടികൾ ഉപയോഗിച്ച സിനിമകൾ ഉണ്ടാക്കും.
ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ചെറിയ തരത്തിലുള്ള ആൾക്കാർക്കും അവർക്കും ഒരു പാഷൻ ഉണ്ടാവും, അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. എൻ്റെ ഒരു സിനിമ ഇവിടെ ഈ പ്രൊഡ്യൂസറിൽ നിന്ന് ഞാൻ കണ്ട അങ്ങനെയാണ്. അദ്ദേഹം ഫസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് സെക്കൻഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നൊരു വാക്കുകൂടെ കൊടുത്തു. അത് വേറെ പ്രലോഭനമൊന്നുമല്ല. ഇന്നിവിടെ നിറയെ ആൾക്കാരുണ്ടായേനെ. ഇതൊരു ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ടൈറ്റിൽ ലോഞ്ചിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഇന്ന് ആവശ്യം പോലെ ആൾക്കാരുണ്ടായേനെ. കാരണം അതിൽ ചാൻസുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയാനുള്ളൂ. ഞാനിപ്പോൾ 4 വർഷം കൊണ്ട് ഫുൾ ടൈം സിനിമയിലാണ്. ഏകദേശം 24 സിനിമകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. 4 സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറാണ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു 6 റിലീസ് ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം എന്ന് റിലീസാവും എന്നറിയില്ല. എന്നാലും വരും സമയങ്ങളിൽ വരും. പക്ഷെ ഞാൻ സിനിമയ്ക്ക് ഇറങ്ങിയത് നിങ്ങൾ കുറേ പേർക്ക് അറിയാം, ചാരിറ്റിയാണ്. കാരണം എനിക്ക് ഭാര്യയ്ക്കും മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ല. കൂടുതൽ ഇതിൽ നിന്ന് കളക്ഷനും കൂടുതൽ വിജയിക്കാൻ പറ്റിയാൽ കുറേ വൃദ്ധസദനങ്ങളും ഇതുപോലെയുള്ള കുറേ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാനും കുറേ ആൾക്കാർ നമ്മൾ അങ്ങനെ കുറച്ച് പേര് ഇവിടെ നമ്മൾ നാളെ തിരിച്ചു പോകും. പോകുമ്പോൾ ഇട്ടിരിക്കുന്ന സാധനം പോലും കൊണ്ടുപോകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മുടെ വിടവ് അല്ലെങ്കിൽ നമ്മുടെ നഷ്ടം, അയ്യോ ആ ചേട്ടൻ പോയില്ല, ചേട്ടൻ പോയാലും ഭയങ്കര നഷ്ടമായി പോയി എന്ന് കുറേ പേരുടെ മനസ്സിലുണ്ടാകണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ പഴയ ആഗ്രഹം പോലെ ഒരു നല്ല കലാകാരൻ, അത് ബിഗ് ബോസിൽ പറഞ്ഞ പോലെ തന്നെ കിങ് മേക്കർ ആവുക എന്നുള്ളതാണ് ഞാൻ അതിൽ പലവട്ടം പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ കുറേ ഞാൻ ചെയ്യുന്ന വർക്കിൽ തന്നെ ഇപ്പോൾ കന്യാകുമാരിയിൽ ഒരു വർക്ക് ചെയ്തു. ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു, കൂടെ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു. കൂടെ എൻ്റെ 20 സിനിമകളിൽ ചെയ്ത 32 ആർട്ടിസ്റ്റുകൾക്കാണ് ഞാൻ അതിൽ അവസരം ഉണ്ടാക്കി കൊടുത്തത്. 6 ടെക്നീഷ്യൻസിനെയും കൊടുക്കാൻ കഴിയും. അതെല്ലാം കൂടെ ചേർത്ത് 9,80,000 രൂപ മാത്രമേ ആയുള്ളൂ. പിന്നെ ഉള്ളതിനാണ് അവർക്ക് വേറെ കൈവിട്ട് പോയത് സംഭവം. അപ്പം നമ്മൾ നോക്കി പിടിച്ച് കണ്ടറിഞ്ഞ് ചെയ്താൽ ഏറ്റവും നല്ല ബിസിനസ്സും ഏറ്റവും നല്ല സന്ദേശങ്ങൾ കുട്ടികൾക്കും ജനങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ആഘോഷിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും പൊട്ടിച്ചു കളയാനുമായി കോടികൾ വരുമ്പോഴാണ് ബഡ്ജറ്റ് കയറി പോകുന്നതും അവസാനം അത് തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ, ഡയറക്ടർ അവരാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല. പക്ഷെ ഒരു ഡയറക്ടർ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി മാട് പോലെ ഓടി നടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് അതിനേക്കാൾ ഭീകരമാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളെല്ലാം വരുന്നത്. പക്ഷെ അത്രയും നമ്മളൊരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ചേർന്ന് ഒരു നല്ല സിനിമ ഉണ്ടാക്കി അത് കൊണ്ടുവന്ന് റിലീസ് ചെയ്ത് അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയും. ഇപ്പം ഞാൻ 3 സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ചെസ് എന്ന് പറയുന്ന ഡയറക്ടർ രാജ്ബാബു ചേട്ടൻ്റെ AD ആണ്, സലീം ബാബ സാർ ഇക്കയുടെ AD ആണ്, സുരേഷ് തിരുവല്ലയുടെ AD ആണ്. അപ്പോൾ സിനിമയുടെ പല മേഖലകളിലും ഞാനിപ്പോൾ കൈവച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങും. അത് അദ്ദേഹം പറഞ്ഞ പോലെ DRK പ്രൊഡക്ഷൻ, അത് നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ, ബിഗ് ബോസ്. അപ്പോൾ അതെങ്ങനെയായാലും ഒരു പ്രൊഡക്ഷൻ, അതിന് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയിലെ പുതിയ കുട്ടികൾ, പുതിയ കഴിവുള്ള പുതിയ ആൾക്കാരെ ഉപയോഗിക്കുക, അവരെ മാക്സിമം ലിഫ്റ്റ് ചെയ്യുക. പഴയ ആൾക്കാർ തള്ളിക്കളയെന്നല്ല, പഴയ ആൾക്കാർ ഓൾറെഡി വളർന്നു കഴിഞ്ഞു. അപ്പോൾ അവരുടെ സാന്നിധ്യവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് പഴയ ആൾക്കാരും കുറേ ഏറെ പുതിയ ആൾക്കാരും അങ്ങനെ മുമ്പോട്ട്. കാരണം വലിയ വലിയ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇപ്പം പ്രസന്റിൽ ഞാൻ ബിഗ് ഫിഗറാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രൊഡ്യൂസറും കൂടെ ആയിത്തീരണം, പ്രൊഡക്ഷൻ ഹൗസ് കൂടെ വേണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പടം റെഡിയാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ വാം വെൽക്കം അല്ലെങ്കിൽ ഹൃദയം തുറന്ന് അതിനെ സ്വീകരിക്കുകയും അതിനെ വിജയിപ്പിക്കാൻ നമ്മൾ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകൻ, ഒരു ആർട്ടിസ്റ്റ്, സിനിമയുടെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ വിളിക്കാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസറിനും ഇതൊക്കെ പറഞ്ഞ് താങ്കളുടെ പ്രൊഡക്ഷൻ നമ്പർ 2-ൽ എനിക്ക് നല്ലൊരു വേഷം കിട്ടും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇനി കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് കരച്ചിൽ വന്നാലും സന്തോഷം വന്നാലും ഞാൻ ഒരേപോലെ ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിനിമ സരമയാസനം, നല്ല സരമയാസനം, നല്ല പറഞ്ഞു ഓക്കെ ആവും. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ കുറേ പേര് വരുമല്ലോ. ഞാൻ എന്തായാലും ഇത് കാണും എന്ന് ഉറപ്പിച്ചു. കാരണം ഇതെന്താണ് ഈ ആസനം, അതെ സംസ്കൃതമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും അതിനകത്ത് കണ്ടന്റ് ഉണ്ട്, തലയുള്ളവരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവർക്കും ഇതിനോടൊപ്പം നിൽക്കുന്നവർക്കും എല്ലാം ദൈവം വലിയൊരു വിജയം തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ. വരും സമയങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിജയങ്ങൾ അറിയാം. അപ്പോൾ എനിക്ക് കൂടുതൽ പറയാം, സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് കൂടുതൽ അറിയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെറുതെ അല്ല നമ്മളെല്ലാരും ഈ മനുഷ്യന്റെ ഫാൻ ആയതെന്ന് പറയുന്നത് അല്ലേ? അതെ, ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരാണ് വീണ് പോവാത്തത്? ആൻഡ് താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഓപ്പണായി ചോദിക്കാൻ പാടില്ല, എന്നാലും ചോദിക്കും, ഇത് ഇവിടുന്ന് മേടിച്ചേ?
സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഓൺലൈൻ സാധനങ്ങളാണ്. 150 രൂപ 200 രൂപ ഈ കളർഫുൾ സാധനങ്ങളില്ല, അല്ലാതെ വില കൂടിയ സാധനങ്ങൾക്കുള്ള സാമ്പത്തികമില്ല. അപ്പം ഈ ക്യാമറയുടെ മുമ്പ് തിളങ്ങണമെങ്കിൽ എടുത്തു കാണിക്കും. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ പെട്ടിയിലായി പോകുന്നതല്ലേ? അപ്പൊ അതിനു മുമ്പ് ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടൊക്കെ ജീവിച്ചിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക. പിന്നെ രജിത് സാറല്ല, രജിത്തേട്ടനാണ്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കളർഫുൾ ആയിട്ട് കുറച്ചു. പക്ഷെ നിങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കൊള്ളാപറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കേട്ടു രജിത്തേട്ടാ. ഓക്കെ, അപ്പോൾ രജിത്തേട്ടൻ പറഞ്ഞ പോലെ സരമയാസനം ഈ പേര് എങ്ങനെ വന്നു എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഡയറക്ടർ അല്ലേ, ഡയറക്ടർ സർ എന്താണ് ഞങ്ങളടുത്ത് പറയാനുള്ളത്?